കൂത്താട്ടുകുളം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തി. നഗരസഭാ കൗൺസിലർ PR സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനോജ് കരുണാകരൻ അധ്യക്ഷനായി. ആരോഗ്യ പ്രവർത്തക രാഖി രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെഡ് മിസ്ട്രസ് TV മായ CH ജയശ്രീ, ബിസ്മി ശശി എന്നിവർ സംസാരിച്ചു. ഏതൊക്കെ മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? പട്ടി, പൂച്ച, വവ്വാല്, പിന്നെ മുയല്, പന്നി, പിന്നെ നമ്മുടെ പശു ഒക്കെ ഇല്ലേ, അതിന്റെ എല്ലാം ഈ സലൈവയിൽ ഉമിനീരിൽ നിന്നും ആണ് കൂടുതലായിട്ട്, അല്ലെ കടിയേറ്റാല് അങ്ങനെയാണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. ഈ പേവിഷബാധ ഉണ്ടാകുന്നത് മലമൂത്ര വിസർജനത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉമിനീരിൽ നിന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വൈറസ് നമ്മുടെ തലച്ചോറിലാണ് ബാധിക്കുന്നത്. അപ്പൊ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനകത്ത് ഒരു ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്, അതും ഉമിനീരിലും കൂടിയാണ് ഇത് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, ഉമിനീർ മാത്രമല്ല, മാന്തലും ഒക്കെ വന്നാലും സംഭവിക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പെറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, പട്ടിയും പൂച്ചയൊക്കെ ഇല്ലേ, അപ്പൊ അവരുടെ കൂടെ കൂടുതൽ നമ്മൾ അടുത്ത് ഇടപെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ പേവിഷബാധ ഒത്തിരി മരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, പ്രതിരോധിക്കാൻ പറ്റുന്ന മരണങ്ങളാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൃഗങ്ങളോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.